ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് മൈഫ്രോക്സിൽ നമ്മളൊരു നൈറ്റിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു നൈറ്റിയുടെ പീസാണ്. 3 മീറ്റർ വരുന്ന പീസാണ്. അതുപോലെ തന്നെ 34 ഇഞ്ച് വീതിയും 3 മീറ്റർ നീളവുമുള്ള ക്ലോത്താണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇതിനു മുമ്പ് ധാരാളം നൈറ്റിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇത് നൈറ്റിയുടെ ക്ലോത്ത് നമ്മളിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആയിട്ട് മടക്കി എന്ന് പറഞ്ഞാൽ ആദ്യം ലെങ്ത് വൈസ് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ 2ആയിട്ട് മടക്കി, അതിനുശേഷം വിഡ്ത്ത് വൈസ് ഇങ്ങനെയും കൂടി ഒന്ന് മടക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം തന്നെ നൈറ്റി എങ്ങനെയാണ് മടക്കി ഇടുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ പേപ്പറിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ലെങ്ത് വൈസ് ക്ലോത്ത് ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ലെങ്ത് വൈസ് കണ്ടോ, ഈ ക്ലോത്ത് ഇട്ടിരിക്കുന്ന പോലെ ലെങ്ത് വൈസ് ഇട്ടിരിക്കുന്നത്. ഈ ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെയൊന്ന് മടക്കി, ഇത് 3 മീറ്ററുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇത് 1.5 വീതം വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് മടക്കുന്നു ഈ ക്ലോത്തിനെ. അതാണ് ഇങ്ങനെ വരുന്നത് വിഡ്ത്ത് വൈസ്. അതിനുശേഷം ഇങ്ങനെയും കൂടി മടക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ കൂടി കാണിച്ചു തന്നത് കണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മടക്കിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ, മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന പോർഷനാണ്. അതുപോലെ തന്നെ ഈ ഭാഗം വന്നിട്ട് 4 പീസ് വരുന്ന മുറിഞ്ഞ ഭാഗമാണ്. ഞാനിപ്പോൾ ഈ ക്ലോത്തിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുകയാണ്. അപ്പം നീളം ഇത്രയും വേണ്ട എന്നുള്ളവർ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തയ്ക്കുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ പ്ലീറ്റഡ് നൈറ്റിയാണ്. അപ്പം ഞാൻ ആദ്യം ഈ മുകളിൽ നിന്നും, ഈ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡർ മുതൽ ബസ്റ്റ് പോയിന്റ് വരെയുള്ള അളവാണ്. നോർമലി എല്ലാവർക്കും 10 ഇഞ്ച് മതിയാകും. ഇപ്പം ഹൈറ്റ് നന്നായിട്ട് കൂടിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ 10.5യും, കുറഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ 9.5യും ഒക്കെ മതിയായിരിക്കും. അത് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക, ഷോൾഡർ തൊട്ട് ബസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത്. അപ്പം ഇവിടെ എനിക്ക് ശരിക്കും വേണ്ടതെന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയാണ് ഞാനിവിടെ 10 ഇഞ്ച് എടുക്കുന്നത്. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് വേണം. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച്. അങ്ങനെയാണ് ഈ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ 10 വരുന്നവർ 11 എടുക്കുക, മെഷർമെൻറ്റ് 10 വരുന്നവർ 11 എടുക്കുക. അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളുക കേട്ടോ. ഞാൻ ഇവിടെ 10 ഇഞ്ച് കണ്ടോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്കിനി ഇത് യോക്ക് പാർട്ടാണ്, ഇത് സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ഇവിടെ നമുക്ക് കാര്യമായ കട്ടിംഗ് ഒന്നും വരുന്നില്ല. ഇവിടെയാണ് നമുക്ക് കട്ടിങ്ങുകളും മെഷർമെൻറ്റും ഒക്കെ കൂടുതലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ മുറിയാത്ത ഭാഗത്ത് നിന്ന് മുറിഞ്ഞ ഭാഗത്തേക്ക് ആദ്യം ഞാനിവിടെ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ വന്നിട്ട് 7 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് ഒരു 7 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. അതായത് ചെസ്റ്റ് ഭാഗത്തെ അളവ് എത്ര ഇഞ്ചിൻ്റെയാണ് എന്നുള്ളത്. ഞാനിവിടെ ചെയ്യുന്നത് 36 ഇഞ്ചിൻ്റെ ഒരു നൈറ്റിയാണിത്. 36 ഇഞ്ച് വരുമ്പോൾ നമ്മൾ തുണി 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ 36/4 അത്രയുമാണ് നമ്മൾ ഒരു പീസിന് വരേണ്ട അളവ്. അതാണ് നമ്മളിവിടെ ചെസ്റ്റിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വരേണ്ടത് 9 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കേണ്ടത്. ഇത് നൈറ്റി ആയതുകൊണ്ട്, നൈറ്റ് നമ്മൾ എപ്പോഴും വീട്ടിലിരുന്ന് ഡ്രസ്സ് ആയതുകൊണ്ട് ലൂസായിട്ടാണല്ലോ ഇടുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1 ഇഞ്ച് കൂടി 9 ഇഞ്ച്, 9 + 1 അങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമുക്ക് വേണ്ട അളവ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിങ്സിൽ കിടക്കണം എന്നുള്ളവരാണെങ്കിൽ 9 ഇഞ്ച് നിങ്ങളുടെ കൃത്യം എത്രയാണോ അത്രയും എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1 ഇഞ്ച് ലൂസാണ് എടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ കഴുത്തിൻ്റെ അളവാണ്. അപ്പം കഴുത്ത് നമ്മൾ ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും തമ്മിൽ വ്യത്യാസം വേണം എന്നുള്ളവർക്ക്, ഫ്രണ്ട് കഴുത്ത് ഇറങ്ങിയും ബാക്ക് കഴുത്ത് കയറിയും വേണമെന്നുള്ളവർ അതനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. 2 ആക്കിയിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അകലം ഫ്രണ്ടിനും ബാക്കിനും ഒരുപോലെ തന്നെ വരും. കഴുത്തിൻ്റെ ഇറക്കം ബാക്കിൽ വന്നിട്ട് 3 ഇഞ്ചും അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്തിന് വന്നിട്ട് 5.5 ഇഞ്ചുമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ബാക്ക് ഇത്, ഫ്രണ്ട് ഇതും ഞാൻ ബോക്സ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈയുടെ ഈ ഭാഗം ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൈക്കുഴി വരച്ചിരിക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റി ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ് വിടുന്നത്. ചുരിദാറിൻ്റെ അത്രയും ഷേപ്പ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗത്ത് കർവായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ചെസ്റ്റിൻ്റെ അളവിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മളിവിടെ 10 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഈ ലൈനിൽ നിന്നും ഈ ലൈൻ തൊട്ട് ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇവിടെ നിന്നും ഈ ഭാഗത്തേക്ക്, അതായത് നമ്മൾ ഈ വരച്ച ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക.
ഇതിങ്ങനെ നീട്ടി ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. കാര്യം നമ്മളിത് ഇങ്ങനെ തന്നെ വരയ്ക്കുക കേട്ടോ. ഇവിടെ നിന്നും ഈ പോയിന്റിൽ കൂടി കൃത്യമായിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ 1.5 ഇഞ്ച് അളവെടുത്തത്, ആ അളവിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് യോക്കിൻ്റെ പോർഷനും സ്കേർട്ടിൻ്റെ പോർഷനും തമ്മിൽ നമ്മൾ ഈ ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആദ്യം ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് സെപ്പറേറ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ബാക്കി മാർക്കിങ്സ് ഒക്കെ ചെയ്താലും മതി. അപ്പോൾ ഇപ്പം ഇനി സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ഈ ഷോൾഡറിൻ്റെ പോർഷൻ തൊട്ട് ഇങ്ങനെ ഇവിടെ വരെ കട്ട് ചെയ്തിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മളിവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരച്ചില്ലായിരുന്നു, ആ വരയിൽ കൂടി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതാണ് യോക്ക് പോർഷനായിട്ട് വരുന്നത്. ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം, ഇങ്ങനെ വിടർത്തി ഇടാം. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസുണ്ട്. നമുക്കിപ്പോൾ ആദ്യം ഇതിനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് 2 ആക്കാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് 2 പീസാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഫ്രണ്ടിലത്തെ നെക്കും ബാക്കിലത്തെ നെക്കും കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ 2 ആയിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ബാക്ക് നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇതിന് ശേഷം ഒരു പീസ് മാറ്റി വെക്കുക, ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മളിവിടെ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് പീസിന് ഇതേ അളവിൽ തന്നെ ഒരു ലൈനിങ് ക്ലോത്ത് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ഇതേപോലെ തന്നെ. കാരണം നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു ലൈനിങ് ക്ലോത്ത് കൂടി വെച്ചാലേ ഈ പീസിന് ഒരു ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് സ്കർട്ട് പീസ് എടുക്കാം. സ്കർട്ടിൻ്റെ പീസിൽ അതായത് നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു നോച്ച് കൊടുക്കുക. നമുക്ക് സെൻറ്റർ അടയാളം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മുറിഞ്ഞ പോർഷനില്ലേ, ഈ 4 ആയിട്ട് മുറിഞ്ഞിരിക്കുന്ന ഈ ഭാഗം, ഇവിടെ നമ്മൾ ഇവിടെ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ട് നമുക്കിത് ഇങ്ങനെയൊന്ന് ഒരു കർവായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതും കൂടി കട്ട് ചെയ്ത് മാറ്റുക. ഈ പോർഷനും കൂടി കട്ട് ചെയ്ത് മാറ്റുക. നമ്മുടെ സ്ലീവ് ഇവിടെയും കൂടി അറ്റാച്ച് ചെയ്ത് വരും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ കട്ടിങ് ഇത്രയുമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാൽ സൈഡിലെ ഭാഗമില്ല, ഇവിടെ നിന്ന് നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ നീളം ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ലെങ്ത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് എടുത്തോളുക. ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനിയും താഴത്തെ വണ്ണം, കൈയുടെ താഴത്തെ വണ്ണം അത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇഞ്ച്, ഇങ്ങനെ 2 ഇഞ്ച് മാർക്കിങ് കൊടുക്കുന്നു. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഫ്രണ്ട് പീസിൽ ഇതുപോലെ നല്ല സൈഡിലാണ് ഞാനൊരു ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് റിവേഴ്സ് ചെയ്തെടുക്കാം. നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇത് കഴുത്തിൻ്റെ പോർഷൻ തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് പതിച്ചടിക്കുക. ഈ കഴുത്തിൻ്റെ നെക്ക് പോർഷൻ പതിച്ച് തയ്ക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസിലും നമുക്ക് ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ പോർഷൻ തയ്ച്ചെടുക്കാം. ഫ്രണ്ട് പീസ് നമ്മളിത് ഇവിടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ലൈനിങ് ക്ലോത്തുമായിട്ട് എല്ലാ സൈഡും ഒന്ന് തയ്ച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പീസിൽ നെക്ക് ഞാൻ ക്രോസ് പീസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നല്ല വശങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഷോൾഡർ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ വെച്ച് 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കുക. ഇത് ഷോൾഡർ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചെടുത്ത് നോക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ 2-3 തരത്തിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചുരിദാറിൻ്റെയും ഒക്കെ തന്നെ. ഇനി നമ്മൾ ഈ ബാക്ക് ഭാഗത്തെ നമ്മൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ഇത് ഒന്ന് പതിച്ച് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ച് ഇവിടം തൊട്ട് തന്നെ തയ്ച്ച് തുടങ്ങിക്കോളൂ. ഷോൾഡറിൻ്റെ ഈ ഭാഗം തൊട്ട് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ പതിച്ച് തയ്ക്കുക. ബാക്കിലത്തെ ഭാഗം മാത്രം ഇവിടം വരെയും പതിച്ച് തയ്ക്കുക. ബാക്ക് ഭാഗം ഞാൻ ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിടർത്തി ഇട്ടു. എന്നിട്ട് ഞാൻ ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഇവിടെ സ്കേർട്ടിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു നോച്ച് കൊടുത്തിരുന്നു. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം. അപ്പം ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും സ്കേർട്ടിൻ്റെ പോർഷനിലാണ് സെൻറ്റർ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് 2 സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇത്രയും ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് പോകാൻ പറഞ്ഞത്. കാര്യം നമുക്ക് സിപ്പൊക്കെ പിടിപ്പിക്കുമ്പോൾ ഇവിടെ പ്ലീറ്റ്സ് വന്നാൽ കട്ടിയായിട്ടിരിക്കും, അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ 2 ഭാഗത്തേക്കും കണ്ടോ, ഈ 2 ഓരോ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗങ്ങൾ തമ്മിൽ
ഇങ്ങനെ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഒരു മുട്ടുസൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ദേ ഇവിടെ വരെ കണ്ടോ, നമ്മുടെ ഈ കൈയും ഈ സ്കേർട്ടിൻ്റെ പോർഷനിൽ നമ്മളിങ്ങനെ കുഴിച്ച് വെട്ടിയില്ല, ആ ഇത്രയും ഭാഗം വരെ ഇങ്ങനെ തയ്ച്ച് നിർത്തുക. നമ്മുടെ പ്ലീറ്റ്സ് വരുന്നത് ഇത്രയും ഭാഗത്തേ വരത്തുള്ളൂ. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്തോറും പ്ലീറ്റ്സ് വരില്ല. കണ്ടോ, മനസ്സിലായല്ലോ? ഇവിടെ നിന്നും ഇവിടെ വരെ നമ്മൾ തയ്ച്ച് നിർത്തുക. ഇങ്ങോട്ടേക്ക് തയ്ക്കരുത്, ഇത് നമ്മുടെ സ്ലീവ് വരുന്ന പോർഷനാണ്. അപ്പോൾ ഇവിടെ വരെയും തയ്ച്ച് നിർത്തുക. ഇവിടെയും അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് മാത്രം ഒരല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇടുക. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ഇവിടെ നിന്നും ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുക. ഈ സെൻറ്റർ ഭാഗത്ത് പ്ലീറ്റ്സ് കൊടുക്കുക. കണ്ടോ, ദേ ഇവിടെ വരെ കൊണ്ട് തയ്ച്ച് നിർത്തുക. ഇത് ഫ്രണ്ട് പ്ലീറ്റാണ് നമ്മളിങ്ങനെ അല്പം ഗ്യാപ്പിട്ട് തയ്ക്കുന്നത്. അത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ടാണ്. ഇനി ബാക്ക് പീസ് വരുമ്പോൾ, അതായത് നമ്മളിത് ഫ്രണ്ട് പീസാണ്, ഇതിൻ്റെ ബാക്ക് പീസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്ക് പീസിൽ ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ മാക്സിമം പ്ലീറ്റ്സ് ഇടുന്നത്. ഇങ്ങനെ കൂട്ടി തയ്ക്കുക. എന്നിട്ട് ദേ ഇവിടെ തന്നെ വന്ന് കണ്ടോ, ഇതേ ഭാഗത്ത് വന്ന് ഇവിടെ വരത്തക്ക രീതിയിൽ തയ്ച്ച് നിർത്തുക. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലീറ്റ്സ് വേണ്ട, സെൻറ്റർ ഭാഗത്താണ് പ്ലീറ്റ്സ് കൂടുതലായിട്ട് വേണ്ടത്. ഇവിടെ നമ്മൾ യോക്ക് പാർട്ടിൽ കണ്ടോ സ്കേർട്ടിൻ്റെ പാർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. കണ്ടോ, ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ആ സെൻറ്ററിലായിട്ട് ഇവിടെ നമുക്ക് പ്ലീറ്റ്സ് വന്നിട്ടില്ല. നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ ഇഞ്ച് വീതം പ്ലീറ്റ്സ് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ. ബാക്ക് പോർഷൻ നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചിരിക്കുകയാണ്. ബാക്ക് പോർഷനിൽ നമുക്ക് ഓപ്പണിംഗ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ബാക്ക് പോർഷനിൽ ഇവിടെയാണ് നമ്മൾ മാക്സിമം പ്ലീറ്റ്സ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫ്രണ്ടും ബാക്കും രണ്ട് ഭാഗവും ഈ തയ്യൽ തുമ്പ് കണ്ടോ, ഈ തയ്യൽ തുമ്പ് മുകളിലോട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മുകളിലോട്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇങ്ങനെ കൊടുക്കുക, പതിച്ച് തയ്ക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ഇങ്ങനെ ഈ ഭാഗത്തു കൂടി ഇങ്ങനെ പതിച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഇതേ നമ്മളിവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗം ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അവിടെ വരത്തക്ക രീതിയിൽ വെച്ച് വേണം തയ്ക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് സ്ലീവ് ഇതേ ഇങ്ങനെ വെക്കുക. നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇവിടെ സെൻറ്ററിൽ ഒരു മുട്ടുസൂചി കുത്തി കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ ഇങ്ങനെ സ്ലീവ് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഈ സ്കേർട്ട് പാർട്ടിലൂടെ, സ്കേർട്ടിൽ ഇതിനാണ് നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്തില്ലേ 2 ഇഞ്ച് മുകളിലേക്കും ഈ സൈഡിലേക്കും മാറ്റി ഇങ്ങനെ ചെയ്ത ഭാഗമാണിത്. ഇതിങ്ങനെ ദേ ഈ സ്ലീവ് ഇതിലേക്ക് കൂടി അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തത്. ഇങ്ങനെ 2 സൈഡും തയ്ക്കുക. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബട്ടൺസ് വെക്കേണ്ടവർക്ക് അത് വെക്കാം, സിബ് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. ഇപ്പം സിബാണെങ്കിൽ ആ സിബിൻ്റെ ആ നീളം അനുസരിച്ചിട്ട് താഴെ വരെയും കൃത്യം സെൻറ്റർ ഭാഗത്ത് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെൻറ്റർ പോർഷൻ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ട് സിപ്പിൻ്റെ എത്ര നീളമാണോ വരുന്നത് അത്രയും നീളത്തിൽ ഇങ്ങനെ ഈ ഭാഗത്തിന് ഈ കണ്ടോ ഈ അലൂമിനിയം ഭാഗത്തിൻ്റെ മുകൾ വരെയുള്ള അളവ് ഇവിടെ വരെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നൈറ്റിയുടെ ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം നമ്മളിങ്ങനെ വേണ്ട നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടേക്ക് ഒരു തുണി ഇതുപോലെ പടി പോലെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഈ ക്ലോത്തിലേക്ക് ഈ ഭാഗം തയ്ച്ചു പിടിപ്പിക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ദേ ഇങ്ങനെ തയ്ച്ചു പിടിപ്പിക്കുക. പിന്നെ ഞാൻ ഓപ്പണായ ഭാഗത്ത് ദേ ഈ ക്ലോത്ത് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ സൈഡ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. കണ്ടോ, ഇങ്ങനെയാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. തുണി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 1 ഇഞ്ച് തുണി മുകളിൽ ഒരല്പം കടത്തിയിട്ടേക്കുക. അതുപോലെ തന്നെ താഴെയും കുറച്ച് തുണി എക്സ്ട്രാ ഇട്ടേക്കുക കേട്ടോ. ഇത് ഞാനിവിടെ ഈ ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇവിടെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ കട്ട് ചെയ്ത ആ പോർഷനിൽ കൂടി തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ്. ഇത് നമുക്കിനി ഇങ്ങനെ റിവേഴ്സ് ചെയ്യാം. ഇതുപോലെ റിവേഴ്സ് ചെയ്ത് നമ്മളിതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് മുകളിൽ അല്പം തുണി വിടാൻ പറഞ്ഞില്ലേ, അതൊന്ന് ശ്രദ്ധിച്ചോണം. അത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ റിവേഴ്സ് ചെയ്ത് കണ്ടോ ഇങ്ങനെ ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഭാഗവും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടുത്തെ ഇപ്പോൾ നമ്മളിത് ഉള്ളിലേക്കാക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ, പടി ഇങ്ങോട്ട് ഉള്ളിലേക്കാക്കി തയ്ച്ചു. ഇനി നമ്മൾ ഈ സിപ്പാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. ഇത് ഇങ്ങനെ ഊരിയെടുക്കുക. ഈ മുകൾ ഭാഗം അല്പം മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ദേ ഇവിടെ വെച്ച് നമ്മൾ ഈ മടക്കി തയ്ച്ച അതേപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ സിപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
കണ്ടോ, നന്നായിട്ട് സിബ് കാണാത്ത വിധത്തിൽ തയ്ച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ വേണമെങ്കിൽ ഇനി ഒരു ഫ്ലാപ്പ് കൂടി വെച്ച് തയ്ക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ഫ്ലാപ്പ് വെച്ച് തയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഫ്ലാപ്പ് വെക്കണം എന്നുള്ളവർക്ക്, ഇത് കവർ ചെയ്ത് ഫ്ലാപ്പ് വെക്കണം എന്നുള്ളവർക്ക് അതുകൂടി ചെയ്തെടുക്കാം. നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഈ 2 സ്ലീവ്സും, ഈ സ്ലീവ്സ് തൊട്ട് കണ്ടോ, ഈ ഭാഗം തൊട്ട് സ്ലീവിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് ഇങ്ങനെ ഇവിടം തൊട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ 2 സ്റ്റിച്ചും ഒരുപോലെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ 2 നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് 2 ഒരുപോലെ തന്നെ വരണം. അത് കറക്റ്റാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ നിന്നും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് താഴെ എൻഡ് വരെയും ഇവിടെ വരെയും 2 തുണിയും കൂട്ടി ഫ്രണ്ടും ബാക്കും കൂട്ടി തയ്ക്കുക. ഇവിടെ വരെയും സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ മറു സൈഡും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അടിഭാഗം നമുക്ക് ഡബിൾ ഫോൾഡ് കൊടുത്തത് ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇത് 2 സൈഡും സ്ലീവ് തൊട്ട് താഴെ വരെ തയ്ച്ചിട്ടുണ്ട്. താഴത്തെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന നൈറ്റിയാണ് പ്ലീറ്റഡ് നൈറ്റി. അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഫീഡിങ് നൈറ്റി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നതും കട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു നൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.